Hi guys, welcome to Abhi Vlogs. നിങ്ങൾക്ക് നിമിത്തത്തിൽ വിശ്വാസമുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് ഇന്ന് തൊട്ട് തുടങ്ങിയത്. ആക്ച്വലി ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഈസ്റ്റോട്ട് പോയി, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ വീഡിയോ എടുത്ത് അങ്ങനെ നിൽക്കുകയായിരുന്നു. ഓക്കെ, ഞാൻ ഒന്ന് ഇരുന്നിട്ട് പറഞ്ഞുതരാം. വീഡിയോ ഓക്കെ, ഞങ്ങളങ്ങനെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ എൻ്റെ അവിടെ വെറുതെ വീഡിയോ എടുത്തോണ്ട് അവിടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഞാനും ഉണ്ട് ഇവനുണ്ട് കിട്ടുന്നുണ്ട് അങ്ങനെ വീഡിയോ എടുത്തിരിക്കുകയായിരുന്നു. വീഡിയോ എടുത്തിരുന്നിട്ട് ഞങ്ങൾ ചുമ്മാ ഗുഡ് തിങ്സ് അബൌട്ട് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞൊരു ടോപ്പിക് എടുത്തിട്ട് ചുമ്മാ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴേ എന്തോ അവിടെ നിന്നിട്ട് അവിടെ ആളെയൊന്നും കിട്ടിയില്ല. ആളെയൊന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ലുലുവിലോട്ട് വരാം, ലുലുവിൽ ആളുണ്ടല്ലോ എന്ന് വിചാരിച്ച് ചുമ്മാ വന്നിട്ട് വിചാരിച്ച് ഫുഡ് കഴിച്ചിട്ടിരിക്കാമെന്ന് വിചാരിച്ചത്. വേണ്ട ഫുഡൊക്കെ വാങ്ങിച്ചു വെറുതെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ വടാപ്പാവും പിന്നെ മയോണൈസും പിന്നെ ഒരു സോസും കൂടെ വാങ്ങിച്ച് അത്രയും, പിന്നെ ഒരു ജ്യൂസും കൂടെ വാങ്ങിച്ച് അത്രയും വാങ്ങിച്ചാൽ നിന്നത്. അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ നിന്ന് ഞങ്ങൾ എവിടെ കയറിയത്? ഫാഷൻ സ്റ്റോർ. ലുലു ഫാഷൻ സ്റ്റോറിൽ 50% ഓഫ് ഉണ്ട്. കയറി. അത് ഡ്രസ്സിനാണ് 50% ഓഫ്. അത് കണ്ട് കയറിയ ഞങ്ങള് 1000 രൂപയ്ക്ക് ഹോട്ട് വീൽസ് വാങ്ങിച്ചു. ഇന്നലെ ശമ്പളം കിട്ടിയേ ഉള്ളൂ, അതിൽ 1000 രൂപ തീർന്നു. മെയിനായിട്ടുള്ള കാര്യം അപ്പം ഇന്ന് ഞങ്ങൾ രണ്ടും കൂടെ ഹോട്ട് വീൽസിൻ്റെ അൺബോക്സിങ് ചെയ്യാമെന്ന് വിചാരിക്കും. ഫസ്റ്റ് ഞങ്ങൾ കഴിച്ച് തീർന്നിട്ട് വരാം. നല്ല വിശപ്പുണ്ട്, കാരണം രാവിലെ ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത്. ഞങ്ങളൊന്ന് കഴിച്ച് തീർന്നിട്ട് വരാം. ഹലോ ഗൈസ്, കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ട്രിവാൻഡ്രം ലുലുവിൽ വരികയാണെങ്കിൽ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ് വടാപ്പാവ്. ഒരെണ്ണം 45 രൂപ ഉള്ളൂ. വടാപ്പാവ് ഹൈപ്പർ എടാ മൈക്കൊന്ന് എടുത്ത് ഞാൻ വിളിച്ചു. ലുലുവിൽ വരികയാണെങ്കിൽ ഒട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്ത സാധനമാണ് വടാപ്പാവ്. വടാപ്പാവല്ലേ? വടാപ്പാവ് 45 രൂപ ഉള്ളൊരു സാധനം. വടാപ്പാവും ഒരു ചില്ലി സോസും കുറച്ച് മയോണൈസും വാങ്ങിച്ചാൽ മതി. നല്ല സൂപ്പർ സാധനം. ഞാനും ആദ്യമായിട്ടാണ് കഴിച്ച് നോക്കി, പക്ഷേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ബാഗ് തീർത്തിട്ട് വരാമേ. ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ആ വീഡിയോയുടെ പ്ലാനിങ് ഞാൻ പറഞ്ഞ് ഗുഡ് തിങ്സ് അബൌട്ട് ട്രിവാൻഡ്രം. അത് 3 വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിരുന്നതാണ്. അതായത് ഈ ഗുഡ് ബാഡ് അഗ്ലി പോലെ ഗുഡ് ബാഡ് മോഗ്ലി എന്ന് പറഞ്ഞൊരു ആരെങ്കിലൊക്കെ ആയിക്കോട്ടെ. ഗുഡ് ബാഡ് മോഗ്ലി എന്ന് പറഞ്ഞ സാധനമായിരുന്നു. ബട്ട് അത് ഇന്ന് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഫസ്റ്റ് ഈസ്റ്റോട്ട് പോയി. അപ്പോൾ നിങ്ങൾ അത് പോയി കണ്ടിട്ട് ആ ഭാഗം എന്നിട്ട് ബാക്കി ഇവിടെ എടുക്കാം. ഹായ് ഗൈസ്, വെൽക്കം ടു അബി വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഈസ്റ്റോട്ട് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ സൈഡിലാണ്. അതായത് ഭയങ്കര വെയിലായതുകൊണ്ടാണ് ഇവിടെ കയറി നിൽക്കുന്നത്. നിങ്ങൾ ട്രിവാൻഡ്രത്ത് വരുമ്പം, അതായത് ട്രിവാൻഡ്രത്തുള്ളവരല്ലെങ്കിൽ ട്രിവാൻഡ്രത്തേക്ക് വരുമ്പം ഒട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ്. ആക്ച്വലി ഈ കോവിലിൻ്റെ പിറകെ കുറേ കഥകളുണ്ട്. അതിൽ എൻ്റെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ടെമ്പിളാണ് ഇത്, അല്ലേ? അതെ. ഇന്ന് നമുക്ക് ക്യാമറ ബാക്കിൽ തന്നെ ഉണ്ട്. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അതായത് ഓക്കെ, ഇത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ടെമ്പിള്. പയ്യ നടക്കണം, ഞാൻ റിച്ചസ്റ്റ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ടെമ്പിള് കേരളത്തിൽ തന്നെ വാലറ്റത്ത് ഇറങ്ങുന്ന ട്രിവാൻഡ്രത്താണ് ഇതുള്ളത്. അതായത് നമ്മുടെ തലസ്ഥാനം. ആക്ച്വലി ഞാൻ ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ഒരാളാണ്. ബട്ട് ഞാൻ ട്രിവാൻഡ്രം ഒന്നും വലുതായിട്ട് അങ്ങനെ എക്സ്പ്ലോർ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ ഇന്ന് ട്രിവാൻഡ്രം എക്സ്പ്ലോർ, അതായത് നമ്മൾ ബ്ലോഗ് എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയിട്ട് പിന്നെ അതിൻ്റെ അകത്ത് പോഡ്കാസ്റ്റ് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ട്രിവാൻഡ്രം തുടങ്ങി കുറച്ച് പട്ടണത്തിൽ എക്സ്പ്ലോർ ചെയ്യാം. അതായത് ഇന്ന് ട്രിവാൻഡ്രത്തിൻ്റെ ഒരു ഗുഡ് സൈഡ് കുറച്ച് ഭാഗം ഞങ്ങൾക്ക് പറ്റണമല്ല ഞങ്ങൾ കവർ ചെയ്ത് കാണിച്ചു തരാം. അതാണ് ഇന്നത്തെ വീഡിയോ. എന്നിട്ട് ബാക്കി നമുക്ക്
ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസും വഴി കാണുന്നവരതൊക്കെ ചോദിച്ചു നോക്കുക. അവരുടെ എക്സ്പീരിയൻസ് ട്രിവാൻഡ്രത്തുള്ളവർ, വെളിയിൽ നിന്നുള്ളവരാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, നമ്മൾ അത് കഴിഞ്ഞിട്ട് അവിടെ വെച്ച് ഞങ്ങൾ വേറെ ആരെയും കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ സജസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ലുലുവിലോട്ട് വരാമെന്ന് വിചാരിച്ച് ഫുഡ് കഴിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഒന്നും കഴിക്കാതെ വേണ്ട, ഫുഡ് കഴിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് ഫുഡ് വാങ്ങിയാൽ വിചാരിച്ചു. അതിന് മുമ്പ് വിചാരിച്ച് ചുമ്മാ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ചുമ്മാ ഇങ്ങനെ ഒന്ന് കറങ്ങിയപ്പോഴാണ് ഒരിടത്ത് കയറിയത്. നമ്മളെ സ്വന്തം ലുലു ഫാഷൻ സ്റ്റോർ. അയ്യോ, സത്യം പറഞ്ഞാൽ അവിടെ ഒരു 50% ഓഫർ ഉണ്ടാക്കി കയറിയത്. എന്നുവെച്ചാൽ അത് കഴിഞ്ഞ്, ഓഫർ കഴിഞ്ഞ്, പക്ഷേ ഞങ്ങൾ ശ്രദ്ധിക്കാതെ കയറി തിരിച്ചിറങ്ങിയപ്പോഴാണ് ഒരു സാധനം ഇരിക്കുന്നത് ബില്ലിംഗ് സെക്ഷൻ്റെ തൊട്ടടുത്തായിട്ട്. അവിടെ ഒരു 4 റോ ആയിട്ട് ഒരു ചെറിയൊരു ബാർ വെച്ച് ജൻസൈഡിലായിട്ട് തൂക്കിയിട്ടിരിക്കുന്നു. കണ്ടപ്പോൾ ഇന്നലെ ശമ്പളം കിട്ടി, ഇന്ന് ലുലുവില്. അതുകൊണ്ട് തന്നെ കയ്യിൽ നിന്ന് പോയി വാങ്ങിച്ചൊക്കെ കൂട്ടി ലുലു ഫാഷൻ സ്റ്റോർ. അത് 1 2 അല്ല, 1 അവിടെ 2 3 4 5 ഹോട്ട് വീൽസും കൂടെ അറൗണ്ട് 1000 രൂപയ്ക്ക് എടുത്തു. അതിന്റെ ബില്ല് ഇവിടെ ഉണ്ടോ ഞാൻ കാണിച്ചത് കേസ്. അത് കാണാൻ പറഞ്ഞടാ 895 രൂപ 5 ഹോട്ട് വീൽസിനും കൂടെ. അത് ചുമ്മാ പോയപ്പോൾ കണ്ടതാ. എന്നുവെച്ചാൽ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരിക്കൽ വന്നിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കാം. മറ്റേ സാധനം ഇവിടെ അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കാം. കയറി ഒന്ന് കണ്ടോക്കണം. അന്ന് ഞങ്ങൾ ശരിക്കും വന്നപ്പം ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ അവസാനം ഡൈകാസ്റ്റ് വാങ്ങിച്ചോണ്ടാണ് പോയത്. അന്ന് നമ്മൾ എവിടെ കയറിയത്? ക്രോസ് വേർഡ് ഇന്നും ക്രോസ് വേർഡിൽ കയറി. ഫസ്റ്റ് ക്രോസ് വേർഡിൽ കയറിയപ്പം അവിടെ ഒന്നും കണ്ടില്ല. എല്ലാം ഡൈകാസ്റ്റിന്റെ വന്നിട്ടുണ്ട്. പക്ഷെ 5 ഉള്ള സെറ്റിന്റെ എല്ലാം വിറ്റു. സിംഗിൾ പീസ് ഉള്ള സിംഗിൾ പീസ് ഇല്ല, 5 ഉള്ള സെറ്റ് ആയിരുന്നു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഫാഷൻ ഫാക്ടറി കയറിയപ്പോൾ ഫാഷൻ സ്റ്റോറിൽ കയറിയപ്പോൾ ഹോട്ട് വീൽസ് ഉണ്ട്. ഹോട്ട് വീൽസ് കാണിച്ച് കൈ ഇരുന്ന പൈസ മൊത്തം തീർന്നു. ശമ്പളം വാങ്ങിച്ച പൈസ ഉണ്ട്, അല്ല അത് ഒരു 1000 കൈ ഉണ്ടായിരുന്നു, തീർന്നു. എടുത്ത് ഇങ്ങനെ പിടിച്ചാ അതങ്ങടാ ചങ്ങലി തമ്മയിലെടുക്കാം. ഇങ്ങനെ പിടി, ഞാൻ പിടിച്ചില്ല, മേളിൽ നിന്ന് പിടിക്കും. ഇന്നത്തെ അൺബോക്സിങ് ഫസ്റ്റ് കാറ് ഏതെടുക്കാം? ഫസ്റ്റ് എൻ്റെ ഫേവറേറ്റ് കാർ നമ്മുടെ ആക്ച്വലി ഹെർബി കണ്ടിട്ടാണ്. ഹെർബി ഇതിനകത്ത് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയടാ. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഹെർബി ഭയങ്കര ബംബിൾ ബി തന്നെ ഒരു വെള്ള കാറ് 53 എന്നെന്താ സൈഡ് എഴുതിയിട്ടുണ്ട്. സെൻട്രലിൽ എല്ലാം ഉണ്ട്. ഇതിലെ വണ്ടിയാണ്. ഞങ്ങൾ മറ്റേ വണ്ടി പ്രാന്ത് വന്നോ. പുള്ളിക്കാരൻ്റെ ഹോട്ട് വീൽസ് കളക്ട് ചെയ്യേണ്ട ഒരു പുള്ളിക്കാരുണ്ട്. പുള്ളിക്കാരൻ അതേപോലെ കാർ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ അറിവിൽ പുള്ളിക്കാരൻ്റെ ഐഡിയ ഉണ്ടെങ്കിൽ ഞാൻ താഴെ ടാഗ് ചെയ്തിരിക്കാം. ഇതും മിക്കവാറും പുള്ളിക്കാരനെ ഞാൻ ടാഗ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് അൺബോക്സിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ കണ്ടില്ല, ഇത് ഇവനാണ് എനിക്ക് കാണിച്ചത്. ഗോൾഡൻ ഫോക്കസ് ആവ് ആവണില്ല. ഇച്ചിരി പകരം പിടി. അതെ, കിട്ടില്ല. പക്ഷേ കൊള്ളാം കേട്ടോ. അല്ല, ഇതിന് വീട്ടിൽ കയറ്റമില്ല എന്നാണ് എൻ്റെ ഡൗട്ട്. കാരണം കഴിഞ്ഞ തവണ ഒരെണ്ണം വാങ്ങിച്ചുണ്ടായപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം കിട്ടി, നല്ല രീതിയിൽ കിട്ടി. നല്ല സുഖമുണ്ട് കേട്ടോ. അതിന്റെ പ്രസക്തി ഇല്ല ഇവിടെ ഇല്ല. അടുത്ത് ഞാൻ ആസ്റ്റൺ മാർട്ടിൻ പൊളിക്കും. അത് പൊളിഞ്ഞങ്ങ് വന്ന് വിഷയമില്ല. ആസ്റ്റൺ മാർട്ടിൻ നല്ല സിൽവർ കളർ സാധനം. പക്ഷെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ പ്രാന്തുണ്ടെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് കാലമായിട്ട് ഉണ്ട്. എന്നുവെച്ചാൽ കാർസൊക്കെ കാണുന്ന സമയത്തുണ്ട്
ആക്ച്വലി ഇന്നൊരു കാര്യം നടന്ന് മറ്റേ അവിടെ വെച്ച് ആൻറ്റി ആ ഞങ്ങള് ഫാഷൻ ഫെയറിൽ സാധനം വാങ്ങിച്ചു. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞത് അല്ലെങ്കിൽ ആദ്യം അൺബോക്സിങ് കയറിട്ട് എന്നിട്ട് ബാക്കി. അടുത്തത് സുപ്ര. ഇവിടെ ഞാൻ പൊട്ടിക്കണല്ലേ ഇതേപോലെ വരാൻ കടമാണ്. ഞാൻ മാസം പൊട്ടിക്കൊടുത്തത് സുപ്ര ഗൈസ്, സുപ്ര സുപ്ര സുപ്ര. അത് ആനിവേഴ്സറി എഡിഷൻ ആണ്. അതാണ് ആ മുകളിൽ അങ്ങനെ വേറെ സാധനമുണ്ട്. അതും സ്കൈലൈൻ സ്കൈലൈൻ ആവും. സ്കൈലൈൻ സുപ്രീം സ്കൈലൈൻ ആനിവേഴ്സറി എഡിഷനാണ്. അതാണ് ആ മോഡൽ അങ്ങനെ ഈ സാധനം ഇങ്ങനെ ഇരിക്കുന്നത്. ആക്ച്വലി നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ഇതിന്റെ ഫോട്ടോസ് നമ്മളെ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യാം. ഞാൻ അപ്ലോഡ് ചെയ്യാം. അതിന്റെ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ കയറി നോക്കണേ. ഇത് രണ്ട് ക്യൂട്ട് സാധനം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. രണ്ട് കണ്ട് ഒരേ കളറ് മഞ്ഞി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഇതാ ബംബിൾ ബി. എന്നുവെച്ചാൽ ഞാൻ ഹെർബി കാണുന്ന സമയം തൊട്ട് ആ ഹെർബിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം. ഹെർബി കാണുന്ന സമയം തൊട്ട് ഈ വണ്ടി, പക്ഷേ ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഇതും ഡോഡ്ജും. ആക്ച്വലി ഈ ട്രിവാൻഡ്രത്തുള്ളവർക്ക് ഹോട്ട് വീൽസിൻ്റെ കളക്ഷൻ വേറെ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊന്ന് അയച്ചേക്കണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. എന്താ ഇതിനൊന്നും പറഞ്ഞ് ഇനി സെപ്പറേറ്റ് ലോൺ എടുക്കേണ്ടി വരും. 3 കാറായി. അടുത്തത് ആർക്കെങ്കിലും കളക്ഷൻ ഉണ്ടെങ്കിലും കൂടെ ഒന്ന് അയക്കണേ, എനിക്ക് വന്ന് കാണാൻ പറ്റും. ഞങ്ങൾ ഇവിടെ നിന്ന് ആക്ച്വലി രണ്ടുപേരെ പരിചയപ്പെട്ട്. ഒരു ചാൻ്റെ പേര് എഡ്വിൻ, ഒരു ചാൻ്റെ പേര് അദ്വൈത്. അവർ രണ്ടുപേരും, എഡ്വിൻ എന്ന് പറഞ്ഞ ചേട്ടൻ കുറേ കാലമായിട്ട് കളക്ട് ചെയ്യും. പക്ഷേ ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ഇൻസ്റ്റ ഐ ഡി ഒക്കെ ചോദിക്കാൻ പറഞ്ഞത് പുള്ളിക്കാരൻ ഇപ്പോൾ എവിടെയാണ്? ഗൾഫിൽ പുള്ളിക്കാരൻ ഗൾഫിലായിരുന്നു. ഇപ്പോൾ വന്നതാണ്. ഇപ്പോൾ വന്നല്ലേ, കുറച്ച് കാലമായി വന്നതാണ്. ഞാൻ ഇൻസ്റ്റ ഐ ഡി ചോദിക്കാൻ മറന്നായി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാനും മറന്നായി. എല്ലാം കഴിഞ്ഞ ശേഷം ഓർക്കത്തുള്ളൂ. അത് വേറെ കാര്യം. 95 മോഡൽ മസ്ദ RX-7. ഞാൻ കറക്റ്റായിട്ട് വരണുണ്ട്. കട 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 നല്ല ബ്ലൂയിഷ് കളർ. ആക്ച്വലി ഇത് പിള്ളേരെ കാട്ടി ഇഷ്ടമാണ് ഞാൻ. ഒരു മാമൻ ചോദിക്കുകയും ചെയ്തു. പിന്നെ പറഞ്ഞുതരാം കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. സമയം എത്രയായി? സമയം 12:30. അപ്പോൾ നമുക്ക് സമയമുണ്ട്. പറ്റുമെങ്കിൽ മ്യൂസിയത്തും കൂടെ പോകാം. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സാധനം നിസ്സാൻ സ്കൈലൈൻ GTR. യെസ്, മറ്റെങ്ങനെ ഇരുന്നത് ഇതല്ലേ പോൾ വാക്കറിൻ്റെ GTR. പോൾ വാക്കറിൻ്റെ GTR സ്കൈലൈൻ തന്നെയായിരുന്നു. പക്ഷേ ഇത് ആ പെട്ടിക്കകത്തിരുന്ന വലിയൊരു ലുക്കില്ലായിരുന്നു കേട്ടോ. പക്ഷേ വെളിയിലെടുത്തപ്പോൾ കൊള്ളാം. ഒരു പിങ്ക് പർപ്പിൾ കളർ ഫോക്കസ് ആണ് നമ്മൾ ഇതിലോട്ട്. പർപ്പിൾ കളർ സാധനം കിട്ടില്ല സാധനം. എല്ലാം കൂടി വയലൻസ് ആക്ച്വലി കുറേ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ എടുക്കുമ്പോൾ കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഞങ്ങൾ ചെറിഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. ആരൊക്കെയെന്ന് പറഞ്ഞൂടാ. ബട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങൾ ചെയ്യും. അത് വേറൊരു കാര്യമാണ്. ഇത് നമ്മുടെ ചാനൽ തുടങ്ങിയപ്പോഴേ പറഞ്ഞൊരു കാര്യമാണ്, ഡീമോട്ടിവേഷനും ഞങ്ങൾ എടുക്കത്തില്ല. ഇവിടെ വീഡിയോ ചെയ്യാൻ എന്തിനു വേണോ ഞങ്ങൾ കാണിക്കും. അത് ഇത് കാരണം ഇത് ഞങ്ങളുടെ ചാനലില്ല. നിന്റെ അമ്മ ആണോ? എൻ്റെ അമ്മയാണ്. ഇപ്പം എന്തിനെന്താ പറയും കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ട 3 എണ്ണം. ഈ 3 എണ്ണം. ഇത് ബംബിൾ ബി. ഇതിൻ്റെ പേര് ഞാൻ എപ്പോഴും വിട്ടു. പക്ഷേ എനിക്ക് ഫേവറേറ്റ് കാറായത്. പക്ഷേ ഇതിൻ്റെ പേര് ഞാൻ വിട്ടു. ബംബിൾ ബി. ഇത് നിസാൻ സ്കൈലൈൻ GTR. സ്കൈലൈന് സൂപ്പർ ഇഷ്ടപ്പെട്ട 2 എൻ്റെ കയ്യിൽ ആസ്റ്റൺ മാർട്ടിൻ്റെ ഒരു ഹൈ സ്പീഡ് എഡിഷനും, പിന്നെ ഇത് മാസ്ഡ RX-7. ഇത് മാസ്ഡ. ഇത് ആസ്റ്റൺ മാർട്ടിൻ ഹൈ സ്പീഡ് എഡിഷൻ. സൈഡിൽ സ്റ്റിക്കറിങ്ങൊക്കെ അതിൻ്റെ ഡീറ്റെയിലിംഗ് നല്ല കിടിലം. നമ്മുടെ പ്രോജക്റ്റ് എം അതൊക്കെ നല്ല കിടിലമായിട്ട് സൈഡൊക്കെ ലോഗോ ഒക്കെ എക്സാക്ട് സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റും. ചെറുതാണെങ്കിലും സൂക്ഷിച്ച് ബാക്ക് സൈഡ് നല്ല അടിഭാഗം നല്ല കിടിലമായിട്ട്.
ഇത് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളത് പെട്ടെന്ന്. പക്ഷെ ഞാൻ ഇത് വീഡിയോ എഡിറ്റ് ചെയ്തിരുമ്പോൾ ഒരു സമയമാവും. ശരിയാണ് ഞാൻ അല്ല ഈ വീഡിയോ ഇനി അടുത്ത മാസം വരത്തുള്ളൂ. ഇത് ജാനുവരി എടുക്കണം. മിക്കവാറും ഈ വീഡിയോ പറഞ്ഞത് ഫെബ്രുവരി 14-15 കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. വേണമെങ്കിൽ ഷോർട്സ് എടുത്തതാ. ഇല്ല, അതും ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, സമയം കിട്ടുമ്പോൾ ഇരുന്ന് എഡിറ്റ് ചെയ്യാം. അല്ല സൂപ്പർ സാധനം. ഓക്കെ, ഞങ്ങൾ ഇവിടെ കുറച്ച് ഫോട്ടോഷൂട്ട് എടുത്തിട്ട് ഞങ്ങൾ സ്കൂട്ടാവാൻ വയ്ക്കും. പറ്റിയെങ്കിൽ 2-3 റീലും കൂടെ എടുത്തിട്ട് അതായിരിക്കും നല്ലത്. ഓക്കെ, ബൈ ബൈ ഗൈസ്. ഞങ്ങളങ്ങനെ ഡൈകാസ്റ്റ് ഫാനെ രണ്ടുപേരും വിളിച്ചു വയ്ക്കും. പക്ഷെ അവന്മാർ രണ്ടുപേരും ഫോൺ എടുക്കല്ല. എടുത്തിരുന്ന് ഞാൻ കാണിച്ചു തരായിരുന്നു. പക്ഷെ നല്ല ക്യൂട്ട് സാധനം കേട്ടാ. മറ്റേത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ നല്ല സൂപ്പറായിട്ട് തോന്നും. ഞങ്ങളങ്ങനെ ഡൈകാസ്റ്റിന്റെ ഫാനായ വേറൊരുത്തിനും കൂടെ വിളിക്കാൻ നോക്കിയാണ്. കോൾ പോകുന്നുണ്ട്. ഹലോ, കേൾക്കാമോ? ഓക്കെ, ഒരു കാര്യം കാണിച്ചതേ. ശരി, സോറി. ബാക്കി ഒരു മിനിറ്റ്. അയ്യോ, ഇപ്പൊ വാങ്ങിച്ചോളൂ ലുലുവില്. എല്ലാ മോഡലും എന്തോടാ? എല്ലാ മോഡലും ഉണ്ട് അത്യാവശ്യം. ഒരെണ്ണം 200 രൂപ വെച്ച് 1000. ശരിയല്ലേ? ഓക്കെ ഓക്കെ. Hi guys. The next day അല്ലല്ലോ, another day. ഒരു മിനിറ്റ്. കണ്ണാടി പ്രശ്നം. ഷോ അല്ല, സൂര്യപ്രകാശം ഭയങ്കര പ്രശ്നം. ഓക്കെ. ഞാൻ ഇപ്പം എന്തിനാണ് വന്നിരിക്കണതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമുണ്ടോ എന്ന് വെച്ചാൽ മറന്നു പോകും. കാരണം ഒരു വീഡിയോ എടുത്താൽ അത് പൂർത്തിയാക്കണമെന്നുള്ള ബോധം എനിക്കില്ല. എന്ത് ചെയ്യാൻ എന്ന് വെച്ചാൽ, ഞാനാണെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ട് വന്ന വീഡിയോ ഞാൻ എന്നോ ഒരിക്കൽ എടുത്ത അതിൻ്റെ ഔട്ട്രോ എടുക്കാൻ ഞാൻ മറന്നുപോയത് പോട്ട് ഞാൻ ക്യാമറയ്ക്ക് വേണ്ടി ഒരുത്തനെ നിർത്തിയിട്ടുണ്ട്. അവനും മറന്നുപോയി, അവനും എന്നെ ഓർമ്മിപ്പിച്ചില്ല. ഇന്ന് വെറുതെ എണീച്ച് ഒന്നീ കൂടുതലായിരിക്കില്ലേ കുറവായിരിക്കും ഒരു പ്രകാശം. ഇന്ന് രാവിലെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ കാര്യം ഓർത്തത്. ഈ വീഡിയോക്ക് ഞാൻ ഔട്ട്രോ എടുത്തില്ല. മാത്രമല്ല, ആ വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും പറഞ്ഞില്ല. അവസാനം ഞാൻ ഇങ്ങനെ എൻ്റെ വീട്ടിൽ വന്നിരുന്ന് ബാക്കി വീഡിയോ എടുക്കാണ്ട് ഔട്ട്രോ എടുക്കേണ്ട അവസ്ഥ എനിക്ക്. ഓക്കെ, എന്ന് വെച്ചാൽ ആ വീഡിയോയിൽ എന്താ പറഞ്ഞത്? ആ വീഡിയോയിൽ ഒരു ആൻറ്റി എൻ്റെ അടുത്ത് ഇതേപോലെ ഒന്ന് ചോദിച്ചു, നിങ്ങൾക്കൊക്കെ എന്താ ഭ്രാന്തുണ്ടാ എന്നൊക്കെ. ആക്ച്വലി ഞാൻ ആൻറ്റി അടുത്തൊന്നും പറഞ്ഞില്ല. ജസ്റ്റ് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട്, അത് കളക്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇങ്ങനത്തെ അഡിക്ഷൻ ഉണ്ട് എന്ന് വെച്ചാൽ, സിഗരറ്റ് വലിയില്ല, വെള്ളമൊടിയില്ല, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പക്ഷേ ഇതേപോലത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് അഡിക്ഷൻ. അതായത് ചിലപ്പോൾ കൊച്ചിലെ വീട്ടുകാർ വാങ്ങിച്ചു തരാത്തായിരിക്കും, അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്ടം കൊണ്ടായിരിക്കും കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ കാർച്ച് സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരായിരിക്കും. അങ്ങനെയൊക്കെ ചിലവർക്ക് ഇത് കാണുമ്പോൾ പ്രാന്തായിട്ട് തോന്നുമെങ്കിലും നമ്മളെ പോലുള്ള കുറച്ച് പേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കളക്ട് ചെയ്യാൻ. ഞാനും തുടങ്ങിയിട്ട് വലുതായിട്ടൊന്നും ആയില്ല. ഈ കഴിഞ്ഞ വർഷം ഒരു സെപ്റ്റംബർ ആ ടൈം തൊട്ട് എന്താണ് കളക്ട് ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് ആ കുട്ടി കാറുകൾ ഭയങ്കര ഇഷ്ടമാണ്. അത് എന്തോ എന്നുവെച്ചാൽ മെൻസ് ആർ ഓൾവേസ് സിമ്പിൾ എന്ന് പറയുന്ന പോലെ അത് ഒരു രസമാണത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതേപോലത്തെ കുട്ടി അഡിക്ഷൻ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഇനി ഹോട്ട് വീൽസ് വേറെ എവിടെയെങ്കിലുമൊക്കെ കിട്ടുമെങ്കിൽ നൈസായിട്ടൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ പറ്റുമെങ്കിൽ പോകാൻ നോക്കുക. ഡു യു നോ വാട്ട് ടൈം ഇറ്റ് ഈസ്? അതാണ് പരിപാടി. നമുക്ക് ചെയ്യാൻ നോക്കാം. സൂര്യപ്രകാശം ഞാൻ കറക്കും.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ടാഗിൽ ഹൃദയം തരണേ, കൂട്ടിത്തരണം, കൂട്ടുകൂടണേ, പറ്റുവയ്ക്കാൻ ബില്ലേക്ക് കൂടെ ബൈ.